ഗൗതം അൽഫാം കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആണല്ലേ അത് കഴിക്കാനായിട്ട്? കുഴപ്പമില്ല. വലിയ താല്പര്യം ഈയിടെയായിട്ട് എന്തോ താല്പര്യം കുറഞ്ഞു തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഫാം കഴിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു വല്ലാത്ത ഭയം, പേടിയൊക്കെ അകപ്പെട്ടിട്ടുണ്ട്. അതെന്തുപറ്റി? കാരണം ധന്യ അറിഞ്ഞായിരുന്നല്ലോ ചില വാർത്തകളൊക്കെ, ഈ അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നൊക്കെ ചില നടന്മാരൊക്കെ പറയുന്നതായിട്ട് വെളിപ്പെടുത്തലുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപേ അദ്ദേഹം അത്തരത്തിൽ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അൽഫാമുമായി ബന്ധപ്പെട്ട് ഈ കരിഞ്ഞ ഭാഗങ്ങൾ നമ്മുടെ ക്യാൻസർ കോശങ്ങളെ വളർത്തുമെന്നൊക്കെയാണ് സുധീർ സുകുമാരൻ എന്ന് പറയുന്ന സീരിയൽ സിനിമ ആക്ടറായിട്ടുള്ള ഒരു നടൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് കൂടുതൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ? അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതേ കാര്യം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അൽഫാം, തനിക്ക് ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ അൽഫാം കഴി ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. ഈ കരിഞ്ഞ ഭാഗങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം, ഒരു പ്രവണത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാൻസർ വന്നത് എന്നാണ് ഈ സുധീർ സുകുമാരൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഞെട്ടലുണ്ടാക്കിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇന്ന് വ്യാപകമായിട്ട് ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ചും യുവാക്കളൊക്കെ ആർത്തിയോടെ, കൊതിയോടെ ദൈനംദിനം എപ്പോഴും വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഭക്ഷണമായിട്ട് ഈ അൽഫാം മാറി തീർന്നിട്ടുണ്ട്. അതായത് വല്ലാത്ത രീതിയിലുള്ളൊരു ബിരിയാണിക്കൊക്കെ സമാനമായിട്ടുള്ളൊരു ജനകീയത ഈ അൽഫാം എന്ന് പറയുന്ന ഭക്ഷണത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെ, കുഴിമന്തി. ഇപ്പം നേരത്തെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ VK ശ്രീരാമനൊരു വിവാദം കുറേ നാളുകൾക്ക് മുമ്പ് തൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതായത് മലയാള ഭാഷയെ മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഴിമന്തി എന്ന വാക്ക് നിരോധിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എന്നെ ഒരു ദിവസം കേരളത്തിൻ്റെ ഏകാധിപതിയായിട്ട് നിയമിക്കുകയാണെങ്കിൽ കുഴിമന്തി എന്ന വാക്ക് ഞാൻ നിരോധിക്കുന്നതാണ്. അതിനെ അനുകൂലിച്ചുകൊണ്ട് മറ്റു കുറേ ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കുഴിമന്തി എന്ന് കാണുമ്പോൾ പെരിച്ചായിയാണ് ഓർമ്മ വരുന്നത്. അല്ല, അതെ, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്കൊരു RSS സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഈ മന്തിയൊക്കെ ഒരു മന്തി വാങ്ങിയാൽ ഒരു 3-4 പേർക്ക് കഴിക്കാൻ കഴിയും. എനിക്കതിൻ്റെ ചോറിനോടാണ് താല്പര്യം, ചിക്കനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതിങ്ങനെ ഇത് സോസൊക്കെ കുഴച്ച് ഇതിനെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ കയറിയിട്ട് ഞങ്ങൾ 4-5 പേരുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് കുഴിമന്തി ഓർഡർ ചെയ്യാമെന്ന് വേണം. അവൻ എന്നോട് പറഞ്ഞത്, RSSകാർ കുഴിമന്തി കഴിക്കാറില്ല, നിങ്ങൾക്ക് കുഴിമന്തി അത് ഞങ്ങൾക്ക് എതിരാണ്. അപ്പം ഞാൻ കുഴിമന്തി RSS തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ മിഡിൽ ഈസ്റ്റുകാർ അവിടെ ഉള്ളവർ കഴിക്കുന്ന ഭക്ഷണമാണ്. ഞാൻ പറഞ്ഞു, വിവരമില്ലായ്മ പറയരുത്, നീ അതുകൊണ്ടല്ല കഴിക്കാത്തതെന്ന് എനിക്കറിയാം, അതൊരു പ്രത്യേക സമുദായവുമായി ബന്ധപ്പെട്ട് കഴിക്കാത്തതാണ് അല്ലേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് അതുകൊണ്ടല്ല, ഇത്തരം ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകും. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനത് തമാശയ്ക്ക് പറഞ്ഞതാ, അങ്ങനെയല്ല, ഇത്തരം ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത് സയന്റിഫിക്കായി പലപ്പോഴും തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, അതുകൊണ്ട് ഇത്തരം ഫുഡ് കഴിക്കുന്നതിൽ നല്ലത് നമ്മുടെ നാടൻ ഫുഡുകൾ വാങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ് സുഹൃത്ത് മറ്റെന്തോ ആഹാരം കഴിച്ചു, എനിക്കൊന്ന് മീൽസ് എങ്ങാണ്ട് കഴിച്ചു. ഞങ്ങളപ്പോഴും കുഴിമന്തി തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഇത്തരം കുറേ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെയും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഭക്ഷണ പദാർത്ഥം കഴിക്കാനുള്ള എൻ്റെ ഒരു ത്വരയങ്ങ് അവസാനിപ്പിച്ചത്. കാരണം നമുക്കൊരു ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരാൻ നമുക്ക് വിധിയുണ്ടെങ്കിൽ വരും. ഇപ്പം കഴിക്കാറില്ല. എന്നാൽ ഇവിടെ നമ്മുടെ ഓഫീസിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, പിന്നെ എന്താ പറയുക, നമ്മുടെ ബർത്ത്ഡേ, വിവാഹ വാർഷികങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഷെയർ ഇട്ട് കുഴിമന്തി അൽഫാമൊക്കെ വാങ്ങാറുണ്ടല്ലോ, അന്ന് നന്നായിട്ട് കഴിക്കാറുണ്ട്. എന്തായാലും അൽഫാമിനോടുള്ള ഒരു വല്ലാത്ത ചോറിനാണ് എനിക്ക് തോന്നുന്നു ചിക്കൻ അതിനെ പിന്നെ മാംസത്തെക്കാളും ടേസ്റ്റ് അരിക്കാണ്, ആ ചോറിനാണ് തോന്നാറുണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഇതിലിപ്പോൾ ഈ സുധീർ സുകുമാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും അൽഫാം കഴിക്കുമ്പം അൽഫാം മാത്രമാണ് പല ആൾക്കാരും കഴിക്കാറ്. ഇദ്ദേഹം ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു പ്രശ്നമാണ്. കാരണം വെറും ഈ ചിക്കൻ മാത്രം ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അൽഫാം കഴിക്കുകയാണെങ്കിൽ കൂടെ
പച്ചക്കറി കൂടി ചേർത്തിട്ട് കഴിക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ ക്യാൻസർ വന്നതിന് ശേഷം തന്നെ അനുഭവം കഴിഞ്ഞൊരു വേദിയിൽ ഈ സുധീർ കുമാരൻ പറയുന്നത്. മനസ്സിലായത് ഇത് കഴിച്ചത് മൂലമാണ് ഇത് വന്നത് എന്നുള്ളത്. കാരണം ഇദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർമാരുടെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായെന്നാണ് ഇദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ നിരന്തരമായിട്ട് ഈ കരിഞ്ഞ ഭക്ഷണങ്ങൾ, അതായത് അൽഫാമിൻ്റെ ഈ കരിഞ്ഞ ഭാഗങ്ങളിൽ, ആ കരിഞ്ഞ ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കഴിക്കാനായിട്ട് അത് ഇഷ്ടമാണ് പുള്ളിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി തന്നെ സ്വയം എന്തുകൊണ്ടാണ് എനിക്കിത് വന്നിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായത് ഇതാണെന്ന്, അങ്ങനെയാണ് പുള്ളി അതിനെ വ്യക്തമാക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ ഈ പച്ചക്കറിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം നമ്മളെ നാട്ടിലുമൊക്കെ ഈ ഷവർമ അല്ലെങ്കിൽ അതുപോലുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ, ജങ്ക് ഫുഡ്സ് ഒക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ പച്ചക്കറി ഇൻടേക്ക് എന്താണ്, അതിൻ്റെ കൂടെ വെജിറ്റബിളിൻ്റെ ഇൻടേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല, മറന്നു പോകാറുണ്ട്. ഈ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അറബികളൊക്കെ എത്ര മാത്രം എന്താണ് ചിക്കണ നോൺ വെജാ കഴിക്കുന്നത്, അതിന്റെ 10 മടങ്ങ് പച്ചക്കറി യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ അതെ മനഃപൂർവ്വം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ യുവതലമുറയ്ക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള യുവതലമുറയ്ക്ക് ഈ എന്താ ജങ്ക് ഫുഡ്സിനോടാണ് അവർക്ക് താല്പര്യം. കോംബോ ഓഫറുകളുണ്ട്. പിന്നെ ഈ അൽഫാം 10 പേര് വന്ന് കഴിക്കുമ്പോൾ കോംബോ ഇതൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ജേർണലിസം മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുത്തു പോകുന്നവർക്ക് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് നമുക്ക് കഴിക്കാൻ കഴിയുന്ന ആഹാരമായി മാറിയിരിക്കുന്നു ഈ കുഴിമന്തി, അൽഫാം പോലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴും പല ആളുകളും മാറിയിട്ടില്ല എന്നുള്ളതൊരു വലിയൊരു സത്യാവസ്ഥയാണ്. നമ്മളിത് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ അൽഫാമിനെതിരെ എതിർക്കാൻ വരുന്നു, നിങ്ങളിപ്പോൾ വെജിറ്റേറിയൻ കഴിക്കണം എന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പല കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ബോധവൽക്കരണവും നമ്മളെ നാട്ടിൽ നടക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മറ്റു പല കാര്യങ്ങളിലും ബോധവൽക്കരണം നടക്കുമ്പോൾ എന്ത് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം മോശമാണ്, ഇന്ന ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സർക്കാർ തലത്തിൽ തന്നെ എത്ര കൃത്യമായിട്ടും ഒരു ബോധവൽക്കരണം നടക്കാറുണ്ട്. വളരെ പാളിച്ചയാണ്. കാരണം എന്തും കഴിക്കാമെന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. അങ്ങനെയാണ് പല ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത്. എനിക്കിഷ്ടം എന്താന്ന് വെച്ചാൽ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് വസ്ത്രം ഇടാം. എന്നോട് ആര് ചോദിക്കാനുണ്ട്? എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ആഹാരം കഴിക്കാം. എന്നോട് ആര് നിങ്ങൾ എന്ത് വേണോ കഴിച്ചോ, അത് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ കഴിക്കുമ്പോൾ അത് എൻ്റെ ശരീരത്തിന് ഗുണമുള്ള കാര്യമാണോ ഒന്നല്ല, ഒരു 1000 വട്ടം ചിന്തിച്ചിട്ട് കഴിച്ചാൽ കുറച്ച് നാൾ കൂടി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ അസുഖവും ആശുപത്രികളും ഒക്കെ. ഇപ്പോൾ എനിക്ക് ഈ വായിൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഡോക്ടർമാർ എന്നോട് പറയുന്നത് പച്ചക്കറിയുടെ അളവ് കുറയുമ്പോഴാണ് ഈ ഇൻഫെക്ഷൻ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ വളരെ മടിയാണ്. പച്ചക്കറി കഴിക്കാനും ഒക്കെ പച്ചക്കറി കഴിക്കാനെന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം, പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹോട്ടലിൽ പോയിട്ട് ഇവരുണ്ടാക്കുന്ന ഈ ക്യാബേജ് തോരൻ, അവിയൽ, ഇതൊക്കെ കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ എത്രമാത്രം കഴുകിയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് തന്നെ അത് നേരിട്ട് കണ്ടറിയുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം അങ്ങനെ കണ്ടിട്ട് അവിടെ പോയി കഴിക്കുന്നതെന്ന് പറയും അല്ല, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തരം ഫുഡുകളെ, ഈ KFC പോലുള്ള, ചിക്കൻ പോലുള്ള ഇത്തരം ആഹാരങ്ങൾ നമ്മൾ ആശ്രയിക്കും. കുറച്ചുകൂടി ബെറ്റർ അതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ ആശ്രയിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുണ്ടാകും. നമ്മുടെ ശരീരം അതിന് വേണ്ടത് എടുത്തിട്ട് ബാക്കിയുള്ളത് കളയുകയല്ല, ബാക്കിയുള്ളത് അവിടെ വച്ചിട്ട് നമുക്ക് പണി തരാൻ വേണ്ടി കരുതി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരാളൊരു അനുഭവം പറയുമ്പോൾ അയാൾ അത് പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ സുധീർ സുകുമാരൻ ഇത് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ഇത് പറയുന്നത് എന്തിനാണ്? ഒരാളെങ്കിലും അതിലൂടെ ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ, ഈ കഴിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാൽ, അല്ലെങ്കിൽ കഴിക്കുന്നതിൽ കുറച്ചുകൂടി പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തിയാൽ, അതാണ് അദ്ദേഹത്തിന്റെ വിജയം. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളി നോൺ വെജ് മാത്രമേ കഴിക്കുള്ളൂ, പച്ചക്കറി കഴിക്കുകയില്ല. പച്ചക്കറി കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. എന്താ പച്ചക്കറി കഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമൊന്നുമല്ല പച്ചക്കറി, വെറും ഒൺലി നോൺ വെജ്. അപ്പം അങ്ങനെയൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽത്തിന് ഭയങ്കരമായിട്ട് അപകടകരമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഈ തട്ടുകടയിൽ, ഇപ്പോൾ തട്ടുകട ഒക്കെ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളെയൊക്കെ ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഈ IT മേഖലയിലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ജോലി ചെയ്ത് ഇത്തരം ഇടങ്ങളിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടുകടയിൽ, ഞാനൊക്കെ തട്ടുകടയെ ആശ്രയിക്കുന്ന ഒരാളാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയാം.
അവിടെയൊക്കെയുള്ള ഈ വെളിച്ചെണ്ണകൾ സ്ഥിരമായിട്ട് പല ആളുകളും പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണിത്. ആ വെളിച്ചെണ്ണയുടെ ഒരു കരിയോയിൽ പോലത്തെ വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയിലാണ് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഭക്ഷണമാണ് കഴിക്കുന്നത്. നമ്മൾ ഒന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭക്ഷണത്തിനെതിരല്ല ഇത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാകുക എന്നുള്ളതിന്റെ ഒരു സംഗതി മാത്രമാണ്. തീർച്ചയായിട്ടും ഇത് ഭയപ്പെടുത്താനല്ല, പക്ഷെ നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവനെ കൂടി ബാധിക്കുന്നതാണ്. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവൻ അപകടമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തെ നമ്മൾ തന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും.